ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ യൂസ് ചെയ്ത് എങ്ങനെ കുട്ടികൾക്ക് ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാമെന്നാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ പേരൻ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. സോ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ബ്രൗസറിൽ മൊബൈലിൽ നിങ്ങളുടെ ഏതാണ് ബ്രൗസർ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. അതിൽ gmail.com കൊടുക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ ഗെറ്റ് ഇമെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നമുക്ക് ജിമെയിലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇമെയിൽ ഉണ്ടെങ്കിൽ അവിടെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ടാണ്. ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ മൈസെൽഫ് അല്ലെങ്കിൽ ടു മാനേജ് മൈ ബിസിനസ്. നമുക്കത് മൈസെൽഫാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് നെയിം കൊടുക്കുക, കുട്ടിയുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഞാനിതിപ്പോൾ ചുമ്മാ ഡെമ്മിക്കായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. കൊടുക്കുമ്പോൾ റിയലായിട്ട് കുട്ടിയുടെ പേര് കൊടുക്കുക. ഇതിപ്പോൾ അവിടെ യൂസർ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഞാനത് യൂസ് ചെയ്യുവാണ്. നിങ്ങൾക്കത് കുട്ടികളുടെ പേര് കൊടുക്കണമെങ്കിൽ അവിടെ പേര് മാറ്റി കൊടുക്കാം. ഇവിടെ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് 2 പ്രാവശ്യം അടിക്കണം. ഒന്ന് നമ്മൾ പാസ്വേഡ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് സ്ക്രീൻ കിട്ടും. അതിൽ നമ്മുടെ ഫോൺ നമ്പർ ഓപ്ഷനിലാണ്. തൽക്കാലം അത് നമ്മൾ ലീവ് ചെയ്യാം. റിക്കവറി ഇമെയിൽ അഡ്രസ് ഓപ്ഷനിലാണ്. കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാൻഡേറ്ററി ആണ്. അപ്പം തൽക്കാലം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ 2010 കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കൊരു 10 years ഓൾഡാണ്. അണ്ടർ 13 years ആണെങ്കിൽ ഗൂഗിൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയും പേരൻറ്റിൻ്റെ ഇൻഫർമേഷൻ അവർ ആസ്ക് ചെയ്യും. കണ്ടോ, ഇവിടെയാണ് നമുക്ക് പേരൻറ്റിൻ്റെ ഇമെയിൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേരൻറ്റിന് ഓൾറെഡി ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫോൺ നമ്പർ ആണെങ്കിൽ. ഇവിടെ പേരൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അവിടെ പേരൻ്റൽ കൺസെൻ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ കുറച്ച് അവരുടെ പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. എഗ്രി അടിക്കുക. അപ്പോൾ നമ്മുടെ പേരൻറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കും. നെക്സ്റ്റ് അടിക്കുക. പിന്നെ അവിടെ ഈ ഇൻ്റർഫേസിൽ നമുക്ക് പറയുന്നത് പേരൻറ്റ്സിന് എന്തൊക്കെ ആ അക്കൗണ്ടിൽ, ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ എന്തൊക്കെ മാനേജ് ചെയ്യാമെന്നാണ്. അതായത് കുട്ടികളുടെ സകല ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യാം, അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അവരുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അതിന് ഗൂഗിൾ തന്നെ വേറൊരു ആപ്പും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി മാനേജർ എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഇൻ്റർഫേസിൽ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേഞ്ചസ് ഒന്നുമില്ല. ഞാനിപ്പോൾ നെക്സ്റ്റ് അടിക്കുകയാണ്. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആവുകയാണ്. കണ്ടിന്യൂ അടിക്കുക. അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുട്ടിയുടെ അക്കൗണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.